ശ്രീകൃഷ്ണ ജ്യോതിശാലയത്തേക്ക് അവർക്കും സ്വാഗതം. ശനിയുടെ രാശിമാറ്റത്തിൽ ഏറ്റവും കൂടുതൽ ഗുണകരമായിട്ട് കിട്ടുന്ന ഒരു 9 നക്ഷത്രത്തെ പറ്റിയാണ് പറയുന്നത്. ആ 9 നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കാർത്തിക, രോഹിണി, മകീരത്തിൻ്റെ ആദ്യത്തെ പകുതി ഭാഗവും, മകം, പൂരം, ഉത്രം, അതുപോലെ ചിത്തിരയുടെ അവസാനത്തെ പകുതി ഭാഗവും, ചോതിയും വിശാഖത്തിൻ്റെ ആദ്യത്തെ ഭാഗവും, ആദ്യത്തെ മുക്കാൽ ഭാഗവും ചേരുന്ന ഈ രാശിക്കാർക്ക് വളരെയേറെ ഗുണാനുഭവങ്ങൾ ശനി ഗ്രഹത്തോടുകൂടിയിട്ടുള്ള മാറ്റങ്ങളിലൂടെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. വരുമാന വർധനവ് വളരെ കൂടുതലാകുവാനുള്ള സാധ്യത, ഭാഗ്യവശാൽ ധനം വന്ന് ചേരുവാനുള്ള സാധ്യത, വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകാനുള്ള സാധ്യത, കാര്യപ്രാപ്തികൾ വന്നു ചേരുവാനുള്ള സാധ്യത, ദൂരദേശ യാത്രകൾ കൊണ്ട് ഉപകാരങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ടുണ്ടാവുക, വിവാഹാദി മംഗളകർമ്മങ്ങൾ ഭവനത്തിൽ നടക്കാനുള്ള ഇടയാവുക, വിവാഹങ്ങൾ നടക്കാത്തവർക്കെല്ലാം വിവാഹങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ ഉണ്ടാവുക, അല്ലെങ്കിൽ എൻഗേജ്മെൻ്റ് എല്ലാം നടത്തി വയ്ക്കുക എന്നിവയുള്ള കാര്യങ്ങളെല്ലാം വളരെ ക്ലിയറായി നടക്കുവാനുള്ള സാധ്യത ഉണ്ടാവും. ബിസിനസ് വർധനവ് ഉണ്ടാവും. പുതിയ ബിസിനസ് തുടങ്ങി വയ്ക്കുന്നതിൽ വൻ വിജയങ്ങൾ കരസ്ഥമാക്കുവാനുള്ള സാധ്യതകൾ ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുകൂടാതെ തന്നെ വിദേശ യാത്രകൾ കൊണ്ട് വളരെ ഗുണപരമായിട്ടും വരുമാന വർധനവും അതുപോലെ തന്നെ സാമ്പത്തിക നേട്ടങ്ങളും പല വിദഗ്ധന്മാരുടെ ഉപദേശപ്രകാരമുള്ള ബുദ്ധിപൂർവമായിട്ടുള്ള നേട്ടങ്ങളിലൂടെ വൻകിട പദ്ധതികൾ പ്രഖ്യാപിക്കുകയും അതിൽ വിജയം കരസ്ഥമാക്കുകയും സേനാധിപത്യം വഹിക്കുന്ന അവർക്കെല്ലാം ബഹുമതികളും വിശേഷ മെഡലുകളും കിട്ടുവാനുള്ള സാധ്യതകളും പ്രതിഭാശാലികൾക്കെല്ലാം വിശേഷ അഭിനന്ദനങ്ങളും പ്രാപ്തിയും സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം അത്യുത്കൃഷ്ടപരമായിട്ടുള്ള മേൽക്കോയ്മയും അഭിമാനവും ധനവരുമാനവും സാമ്പത്തിക നേട്ടങ്ങളും സാമ്പത്തിക വരുമാനങ്ങളും അതുപോലെ തന്നെ ഭാഗ്യവശാൽ ധനം വന്ന് ചേരുവാനുള്ള സാധ്യതയും ലോട്ടറി ഭാഗ്യങ്ങളും ലോട്ടറി ഭാഗ്യങ്ങൾ വെച്ച് പറഞ്ഞാൽ ഫസ്റ്റ് പ്രൈസ് അടിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാർക്ക്. അതിൽ ഓരോരോ നക്ഷത്രക്കാർക്കും ജാതകവശാൽ ഗുണഫലങ്ങൾ, അതായത് നല്ല ദിശാകാലങ്ങളും അപകാരകാലങ്ങൾ നടക്കുകയാണെങ്കിൽ ഈ പറഞ്ഞതെല്ലാം ശരിക്കും ഫുള്ളായി ഉത്തമമായിട്ട് ഭരിക്കാവുന്ന സംഭവങ്ങളാണ്. തൊഴിലില്ലാത്തിരിക്കുന്നവർക്കെല്ലാം തൊഴിൽ നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. കുടുംബത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും വളരെ കൂടുവാനുള്ള സാധ്യതയുണ്ട്. ഈ നഷ്ടത്തിൽപ്പെട്ടിരിക്കുന്ന സന്താനങ്ങൾക്കെല്ലാം ഐശ്വര്യ അഭിവൃദ്ധിയും വന്നത് മൂലം അവർക്ക് ആഹ്ലാദിക്കുവാനുള്ള ഇടവരുത്തലുകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. ബന്ധു സമൂഹങ്ങളുമായി നല്ല കൂടിക്കാഴ്ചയ്ക്കും പുതിയ ബന്ധുക്കൾ വന്ന് ചേരുവാനുള്ള സാധ്യതയും ബന്ധുക്കളുമായി നല്ല സഹകരണത്തോടുകൂടി പോകാനുള്ള സാധ്യതയും എല്ലാം ഉണ്ട്. വാഹന സംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കുവാനും ഒന്നിലധികം വാഹനങ്ങൾ ഭവനത്തിൽ വന്ന് ചേരുവാനുള്ള സാധ്യതയും പുതിയ വാഹനങ്ങൾ വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം അതെല്ലാം കാര്യസാധ്യതയും പുതിയ ഭവനങ്ങളും ആധുനിക സംബന്ധമായിട്ടുള്ള ഭവന നിർമ്മാണങ്ങളും ആഗ്രഹിക്കുന്നവർക്കെല്ലാം സഫലമാകേണ്ട സാധ്യതയുണ്ട്. ഭൂമി ലാഭം കിട്ടുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. ഒന്നിലധികം ഭൂമികൾ വാങ്ങുവാനും റിയൽ എസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള പ്രവർത്തനത്തിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം അത്യുൽപാദമായിട്ടുള്ള വൻകിട വരുമാന മാർഗങ്ങളും എല്ലാം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞത് ജാതകം കൂടി അനുകൂലമാണെങ്കിലാണ് ഇത്രയും ഉത്തമമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. വിദേശ സംബന്ധമായിട്ട് ജോലി ചെയ്യുന്നവർക്കെല്ലാം അത് യാഥാർത്ഥ്യമാവുകയും അതിൽ വളരെ ഉത്കണ്ഠാപൂർവം ഇറങ്ങിത്തിരിക്കുകയും അവനവന് തൃപ്തികരമായിട്ടുള്ള ജോലികൾ കിട്ടുവാനുള്ള സാധ്യതയും കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട് എന്ന് പറയാം. വിദേശത്ത് പോയി ഇതുവരെയ്ക്കും ജോലിയൊന്നും സാധ്യമാകില്ല എന്ന് ഇരിക്കുന്നവർക്കെല്ലാം ജോലി വാഗ്ദാനങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യത കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. അതുകൂടാതെ തന്നെ പുതിയ ഗവൺമെൻറ് തലത്തിലുള്ള ജോലികളിൽ പെട്ടിരിക്കുന്നവർക്കെല്ലാം പ്രമോഷനുകൾ കിട്ടുവാനും പുതിയ ഗവൺമെൻറ് ജോലികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അല്ലെങ്കിൽ PSC ലിസ്റ്റിലുള്ളവർക്ക് അല്ലെങ്കിൽ PSC എഴുതിയിരിക്കുന്നവർക്കെല്ലാം ലിസ്റ്റിൽ ഉൾപ്പെടുവാനുള്ള സാധ്യതയും കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. അതുപോലെ 2 വീലർ തൊട്ട് മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള വർക്കുകൾ ചെയ്യുന്നവർക്കെല്ലാം വൻകിട നേട്ടങ്ങളും അഭിമാന പുരസ്കാരങ്ങളും എല്ലാം ചെല്ലുവാനുണ്ട്. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് മന്ത്രിസ്ഥാന പദവികളും സ്ഥാനമാന പദവികളും നേതൃത്വം വഹിക്കാനുള്ള കഴിവുകളും
നേതൃത്വം വഹിക്കുന്നതിൽ വളരെ പുരോഗമനങ്ങളും ജനമധ്യത്തിൽ വളരെ ഉത്തിഷ്ഠപരമായിട്ടുള്ള കാര്യപ്രാപ്തിയും നേട്ടങ്ങൾ കൈവരിക്കാനുള്ള സാധ്യതയും എല്ലാം കൂടുതലായി കാണുന്നുണ്ട്. ദൂരദേശ യാത്രകൾ കൊണ്ട് വളരെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുവാനും വിദേശ സംബന്ധമായിട്ടുള്ള ബിസിനസ്സുകൾ കാര്യമായിട്ട് വരുവാനുള്ള സാധ്യതയും കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. അനേക വാഹനങ്ങളുടെ ഉടമസ്ഥതയിലുള്ളതും അനേകം ആൾക്കാരെ വെച്ച് പ്രവർത്തിക്കാനുള്ള മറ്റേ മാർഗനിർദ്ദേശങ്ങളും എല്ലാം വന്ന് ചേരുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബിസിനസ് സംബന്ധമായിട്ടുള്ള കോർപ്പറേറ്റ് കമ്പനിയായിട്ടുള്ള കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം കോടികളുടെ ലാഭങ്ങൾ പ്രതീക്ഷിക്കുവാനുള്ള സാധ്യതയും വൻകിട ഉയരത്തിലേക്ക് എത്തുവാനുള്ള സാധ്യതയും കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുപോലെ സാധാരണ മിഡിൽ ക്ലാസ് ലെവലിൽ ഇരിക്കുന്നവർക്കെല്ലാം ഹൈ ലെവലിൽ പോകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. വസ്ത്രമേഖലയിലും സ്വർണ്ണാഭരണ മേഖലയിലും വൻ പ്രതിഷ്ഠപരമായിട്ടുള്ള ബിസിനസ് ഉൽപ്പാദനങ്ങളും പ്രവർത്തന മേഖലയിൽ നല്ല ഉൽപ്പാദന വർധനവും ബിസിനസ് ലാഭവും കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. IT സംബന്ധമായിട്ടും സയൻസ് സംബന്ധമായിട്ടും മെഡിക്കൽ സംബന്ധമായിട്ടുള്ള പ്രവർത്തിക്കുന്നവർക്കെല്ലാം അവരവർ ആഗ്രഹിക്കുന്ന ലെവലിൽ കാര്യങ്ങൾ റൂട്ട് ക്ലിയറായി പോകും എന്നുള്ളതാണ് പറയുന്നത്. അതിൽ വൻ വിജയങ്ങൾ നേടുവാനുള്ള സാധ്യതയും അഭിമാന പുരസ്കാരങ്ങൾ നേടുവാനുള്ള സാധ്യതയും കാര്യപ്രാപ്തികൾ വന്നു ചേരുവാനുള്ള സാധ്യതയും ജനസമൂഹത്തിൽ നല്ലൊരു പേര് എടുക്കുവാനുള്ള സാധ്യതയും ജനമാധ്യമങ്ങളിൽ അഭിമാനം എഴുതുവാനുള്ള സാധ്യതയും അവനവൻ തന്നെ അഭിമാനം തോന്നിക്കുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് അതിൽ അഭിനന്ദിക്കുകയും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കൂടി സഹകരിച്ച് അതിനെ മേൽക്കൈമ കൊണ്ട് വളരെ ഉത്തമമായി കൊണ്ടുപോകാനുള്ള സാധ്യതയും മേലധികാരികളോടുള്ള സഹകരണങ്ങളും മേലധികാരികളുടെ ഉപദേശങ്ങളും അതുപോലെ തന്നെ അവരുടെ ഉപദേശങ്ങൾ മൂലം വളരെ ഗുണകരമായിട്ടുള്ള അനുഭവങ്ങളും മേലധികാരികളുടെ ആശംസകളും പിടിച്ചു പറ്റുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. മിലിറ്ററി സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും നാവികസേന, വ്യോമസേന, കരസേന അങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും വൻകിട നേട്ടങ്ങൾ ഉണ്ട്. അതുപോലെ തന്നെ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിൽ പെട്ടിരിക്കുന്നവർക്കെല്ലാം കാര്യസാധ്യതകൾ നേടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. എയർപോർട്ട് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം, അതുപോലെ ഷിപ്പ് യാർഡ് സംബന്ധമായിട്ടുള്ള മേഖലകൾ, വാഹന സംബന്ധമായിട്ടുള്ള ജലവാഹന സംബന്ധമായിട്ടുള്ള ജലവിഭാഗത്തിൽപ്പെട്ട് വർക്ക് ചെയ്യുന്ന അവർക്കെല്ലാം ഉത്തിഷ്ഠ കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതയും അവരവർ ആഗ്രഹിക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയും ഈ ശനിഗ്രഹ മാറ്റത്തിൽ ഈ നക്ഷത്രക്കാർക്ക് പ്രാബല്യത്തിൽ വരുവാനുള്ള സാധ്യത കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. IT സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം വൻ ഉത്തമമായിട്ട് കാണുന്നുണ്ട്. ഹൈടെക് സംബന്ധമായിട്ടും മെക്കാനിക്കൽ സംബന്ധമായിട്ടും അതുപോലെ തന്നെ വൻകിട മെഷീനറി സംബന്ധമായിട്ടുള്ള പ്രവർത്തനരഹിതമായിട്ടുള്ള അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ പരുവത്തിലായിട്ടുള്ള അല്ലെങ്കിൽ പുതിയ അന്വേഷണങ്ങളിലൂടെ ഗവേഷണങ്ങൾ കണ്ടുപിടിക്കാനുള്ള സാധ്യത, പുതിയ മെഡിസിൻ കണ്ടുപിടിക്കാനുള്ള സാധ്യത, ഗവേഷണ മേഖലയിൽ പുതിയ ഗ്രഹങ്ങളുടെ സാന്നിധ്യം, ശാസ്ത്രജ്ഞന്മാർക്കെല്ലാം നല്ല ഉത്തമമായിട്ടുള്ള ശാസ്ത്ര മേഖലയിൽപ്പെട്ടിരിക്കുന്നവരിക്കെല്ലാം വളരെ ഉത്തമമായിട്ടുള്ള കാര്യക്ഷമതയായിട്ടുള്ള പ്രവർത്തനം മൂലം കാര്യങ്ങൾ സാധ്യമാകാനുള്ള സാധ്യതയും ഈ നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. അതുപോലെ ഈ ശനിഗ്രഹ മാറ്റത്തിൽ ഈ 9 നക്ഷത്രക്കാർക്ക് വൻകിട നേട്ടങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യത ഉത്തമമായിട്ടും കാണുന്നുണ്ട്. അതിൽ വല്ല ഭാഗപ്പിഴകൾ വന്ന് ചേരുവാനുള്ള സാധ്യതകളോ ഞാൻ പറഞ്ഞതിന് വിപരീതപരമായിട്ടുള്ള ഫലങ്ങൾ അനുഭവത്തിൽ വരുവാനുള്ള സാധ്യത ഉണ്ടാവുകയാണെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് സമയവും കിട്ടിക്കഴിഞ്ഞാൽ ജാതകം പരിശോധിച്ച് ഉപദേശം തരുന്നതാണ്. അതിലൂടെ നിങ്ങൾക്ക് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ ചെയ്തു തന്ന് അതിനെ റൂട്ട് ക്ലിയറാക്കുവാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ജാതകത്തിൽ ഉത്തമമായിട്ട് സമയമാണെങ്കിലും ചാരവസാൽ ഉത്തമമായിട്ടുള്ള സമയമാണെങ്കിലും ചിലപ്പോൾ അത് അനുഭവത്തിൽ വരാത്ത ചില ജാതകങ്ങളുണ്ടാവും. അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് കൂടി നോക്കി അതിന് പ്രശ്നപരിഹാരം ചെയ്തതിന് ശേഷം ഉത്തമമായിട്ട് പോവുക. അല്ലാത്ത പക്ഷം ഈ കാര്യസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ നടക്കുകയാണെങ്കിൽ യാതൊരു പേടിയുമില്ല, ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, മുന്നോട്ട് തന്നെ നയിക്കാം എന്ന് നയിക്കുന്നു. നമസ്കാരം.